കേരള മഹിളാ സമാഖ്യ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പ്രശ്നമാണ്. കേരള മഹിളാ സമാഖ്യ സൊസൈറ്റിയുടെ 6ാമത് ജനറൽ കൌൺസിൽ യോഗം ഇന്ന് ചേർന്നിരുന്നു. കേരളത്തിലെ 101 പഞ്ചായത്തുകളിൽ മഹിളാ സമാഖ്യ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ രീതിയിലുള്ള അതിക്രമങ്ങൾ നേരിട്ട് സ്വന്തം വീടുകളിൽ താമസിക്കുവാൻ സാഹചര്യമില്ലാത്ത 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ മഹിളാ സമാഖ്യ ശിക്ഷൺ കേന്ദ്രങ്ങളിൽ താമസിച്ചാണ് വിദ്യാഭ്യാസം നടത്തുന്നത്. മഹിളാ സമാഖ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പഠനത്തിൽ നിന്ന് വിട്ടുനിന്ന 3020 പേർക്ക് വിദ്യാഭ്യാസ തുടർച്ചയ്ക്ക് പിന്തുണ നൽകുവാൻ മഹിളാ സമാഖ്യയ്ക്ക് ആയിട്ടുണ്ട്. ഇതിൽ ഒരാൾ LLB കോഴ്സ് പഠിച്ചു. വയനാട് ജില്ലയിൽ മാത്രം 566 പേർക്കാണ് പഠന പിന്തുണ നൽകിയത്. തൊഴിലിടങ്ങളിലെ ജോലി സമയ ക്രമീകരണം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയ ക്രമീകരണം മെയ് 15 വരെ നീട്ടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് മുഴുവൻ തൊഴിലിടങ്ങളിലും കർശന പരിശോധന നടത്തി നടപടി സ്വീകരിക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇത് വിദ്യാലയങ്ങളിലും ബാധകമാണ്. ഇപ്പോൾ ചില പരാതികൾ വന്നിട്ടുള്ളത് അൺഎയ്ഡഡ് സ്കൂളുകളിൽ അവിടെ സാധാരണ നിലയിലുള്ള ക്ലാസുകൾ നടത്തുന്നു എന്നുള്ളതിനുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഗവൺമെന്റ് തീരുമാനം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. ട്യൂട്ടോറിയൽ സെന്റേഴ്സ് ഉണ്ട്, അതുപോലെ പല കേന്ദ്രങ്ങളും ഉണ്ട്. രാവിലെ 7 മണി മുതൽ 10 മണി വരെ ആവാം, അതുപോലെ വൈകുന്നേരങ്ങളിലും ആവാം. അതിനിടയിലുള്ള ഈ കടുത്ത ചൂട് സമയത്ത് ക്ലാസുകൾ നടത്തുന്നതും ജോലി ചെയ്യിപ്പിക്കുന്നതും ഒക്കെ അത് കർശനമായി തന്നെ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. അത് നടപടിയിലത്തേക്കും കടക്കുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്.